ഇപ്പോൾ സിനിമയിലെ നന്മവശങ്ങൾ, ഇപ്പോൾ ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമ വന്നു. ആ ഉസ്താദ് ഹോട്ടലിന് ശേഷം സുലൈമാനിയും ബിരിയാണിയും അങ്ങ് ട്രെൻഡായി. പല ഹോട്ടലുകൾ നമുക്ക് പോകുമ്പോൾ ഉസ്താദ് ഹോട്ടൽ എന്നുള്ള പേരിൽ പല ഹോട്ടലുകൾ ആ ഭക്ഷണത്തിനെ പറ്റി, ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ സിനിമയിൽ തട്ടുദോശയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞപ്പോഴാണ് ഈ ബുള്ളറ്റ് ക്ലാസിക്കിൻ്റെ വിൽപ്പന വില കൂടിയത്. ഞാൻ പറഞ്ഞതല്ല, അതിന് ആ കമ്പനിയുടെ ആളുകൾ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിലാണ്. ചെറുപ്പക്കാർ ഒരുപാട് യാത്ര ചെയ്യാൻ പോകുന്നു, സോളോ ട്രിപ്പിന് പോകുന്നു, അല്ല ഒരുമിച്ച് പോകുന്നു, അതൊക്കെ നല്ല രീതിയിലാണ്. അത് മോശമായ രീതിയിലൊന്നുമല്ല. അപ്പോൾ സിനിമ സ്വാധീനിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും നന്മകളൊക്കെ സിനിമ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിന്മയും സ്വാധീനിക്കും. തിന്മ സ്വാധീനിക്കുന്ന കുറച്ചും കൂടി പെട്ടെന്നായിരിക്കും, ഭയങ്കരമായ രീതിയിലായിരിക്കും. അതൊരു ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്ന പൊതുസമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ഹീറോയിസം എന്തായിരുന്നു ഒരു കാലത്ത്, ആൻറ്റഗോണിസ്റ്റും പ്രൊട്ടഗോണിസ്റ്റും തമ്മിലുള്ള അന്തരം വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വില്ലനിസമാണ് ഹീറോയിസമായി മാറിയിരിക്കുന്നത്. അത് അപകടകരമായ ഒരു പ്രവണതയാണ്. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ.